അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങൾ കടാക്ഷിയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സഹോദരരെ വിസപോലോസ് ലേഖനക്കാർക്ക് ചെല്ലാൻ 3-26 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ച യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമായി ഞങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്ത്യനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചിരുന്ന കാരുണ്യത്തിനെ നയിക്കും. സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിശ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാകുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദേവാത്മാവ് പ്രാഥമിക രൂപത്തിൽ തന്നെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പുത്രപുത്രരായി തീരുന്ന ചിത്രങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കാലാന്മാരാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം പ്രവേശിക്കാൻ സാധ്യമല്ലെന്നാലും ചെയ്ത കർത്താവെ, മാതൃശാലയുടെ വെടിഞ്ഞെത്തിയത് പുത്രരാകാനുള്ള വരച്ച് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതൃ കാണിച്ചെന്ന കർത്താവെ, ജീവിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാരം ദാസിദാസർക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മാത്രത്തോടെ ഉയർത്തുന്നേർക്കും ചെയ്ത കർത്താവെ, പാവത്തിന് മനുഷ്യനാവുകയും പ്രാപിച്ചിരിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരുമായി തരാനായി പക്കലെത്തിരിക്കുന്ന ശിശുക്കളെ വിശുദ്ധ മാത്രത്തോട് നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ശിശുക്കളെ ആത്മീയ ഭൗതികമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ പ്രാവശ്യം നാളിനും സേവനം മാത്രമാകും ഈ ശിശുക്കളെ വളർത്താൻ വേണ്ട കൃപ അവരവരുടെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മെ നമ്മോരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും അവരുടെ കീഴിൽ റാലിയത്തിൽ ഒന്ന് ചേരുന്നതിന് രക്ഷാകരത്തിന് വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരിക്രമം ചെയ്യുന്ന വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ശിശു നിത്യജീവനിലേക്ക് കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവായ ദൈവമേ, സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവർ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, എന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകലനീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, കൂദാശയെ ദാവീദ് പരികർമ്മം ചെയ്യുവാൻ നിയോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മേരെ മാമോസം ക്യാമറ നിഷ്കളങ്കമായി ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധാനങ്ങൾക്ക് മാർഗമായിരിക്കട്ടെ. ദൈവമക്കളായി തീർന്ന പരിസ്ഥാനങ്ങൾക്ക് കാത്തിരിക്കുന്ന ദാസർക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനയെതിരായിരുന്ന ശിക്ഷയിൽ എന്ന പോലെ ദാസർക്ക് അങ്ങയുടെ പരിസ്ഥാനമായി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിനെ തന്നുള്ള ജീവിതത്തിൽ നയിക്കുവാൻ എല്ലാ സാഹചര്യം വിശ്വാസത്തിന് അങ്ങ് മഹത്വപ്പെടുത്താൻ അവരെ ശക്തരാക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വളർത്തുന്ന മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഭാര്യകളെ അങ്ങയുടെ അരിവെ പൂരിതമാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് വളരുമാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ സ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങൾ ഞങ്ങളിൽ ആശ്രയം വയ്ക്കുവാനും ഇവർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ചോദ്യത്തിന് മറുപടി നൽകുക. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായി സാക്ഷ്യമായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവയ്പ് വഴി പരിശുദ്ധാത്മാവിന് ദാനം ഇന്നും സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ ജീവിതാനം അങ്ങയുടെ ദാസർക്ക് നൽകുന്നതിന് എളിയവനായന്റെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായുടെ പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതരാക്കണമേ. ആബാപിതാവെ അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന് ആത്മാവിനെ ദാസർക്ക് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിനെ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസദാസനമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മതയും വിശ്വസ്തയും സൗമ്യതയും ആത്മസംയമനവും ഇവിടെ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ശിവം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച മേരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ജീവിതം ധരിച്ചിരിക്കുന്ന നീതിയുടെ
ദൈവത്തിന്റെ കവചവും ശത്രുവിന്റെ ലാഭത്തിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദൈവപേരുകളും ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാനും ഇവർക്കിടയാവുകയും ചെയ്യട്ടെ. മാമോദീസ വഴി ദേവപുത്രരായി തീർന്ന ശിശുവിനോടുകൂടി നമുക്കും ദൈവത്തെ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ശിശുക്കളെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന കർത്താവിശ്വംശയുടെ വാഗ്ദാനം പിതാവിനെ നിറവേറ്റിയത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ അവകാശികളും പരിശുദ്ധാത്മ ഭാവനത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസ് സത്യത്തിലും ആത്മാവിനാലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയോസേപ്പിന്റെയും സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹാരുടെയും സാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവകമധ്യസ്ഥന്റെയും പ്രാർത്ഥന ശിശുക്കളെ സഹായിക്കുമാറാകട്ടെ. ശ്രീയുടെ നാമത്തിന് കാരണപുത്രരായിരിക്കുന്ന വിശുദ്ധരുടെ ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയാവുകയും ചെയ്യട്ടെ. മാമോദീസായുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രരായി ജീവിക്കുവാൻ അവർ നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിങ്ങളെന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതരായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആശ്രയിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യ അവകാശികളായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവർ നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാകട്ടെ. ഇത് കർമ്മങ്ങൾ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. പ്രാഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നെ ദിവ്യനാം സുനുവാണ്. അങ്ങു മണ്ണിലെ ജാതനായി, അങ്ങു മണ്ണിലെ ജാതനായി. മൃത്യുവേ ജയിച്ചങ്ങു മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നതോ. ദൈവത്തിൻ്റെ വലതുഭാഗത്താൽ വാഴൂ നീ ഭവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കുന്നവർ, എന്നും വിശ്വസിക്കുന്നവർ. ദാസരിൽ നിൻ കൃപാമൃതം ചിന്തനേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. കാത്തുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് ചേരുവോളം സ്നേഹം നിറഞ്ഞ പരിപാലന തണലിൽ ഈ ദാസരെ സംരക്ഷിച്ചു കൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാര